ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഡിഷ് കൾച്ചർ. ഇന്ന് ഞാൻ കേരളത്തിൻ്റെ തനി നാടൻ വിഭവമായ പൊതിച്ചോറാണ് ഇന്ന് ലഞ്ചിന് തയ്യാറാക്കുന്നത്. അതിനായി ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചു. പിന്നെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കുകയാണ്. പാവയ്ക്കകത്ത് കുറച്ച് മഞ്ഞളും ഉപ്പും മുളകും ഇതെല്ലാം ഇട്ടിട്ട് എയർ ഫ്രൈക്കകത്ത് വെച്ചാണ് ഇത് ശരിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്തതായിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഒരു 3 മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് മുട്ട ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. അത് മുട്ടയുടെ തോടെല്ലാം കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം മസാല പുരട്ടി വെക്കണം. മസാല എന്ന് പറഞ്ഞാൽ അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ശകലം പെപ്പർ പൗഡർ കൂടി ഇട്ടാൽ നല്ലതാണ്. ഞാനിവിടെ പെപ്പർ പൗഡർ ഇട്ടില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത്. അത് നല്ല തിക്കായിട്ട് വേണം ഗ്രേവി ഇതിനകത്ത് തത്തിപ്പൊത്തി വെക്കാൻ. വെള്ളം ഒഴിച്ചത് ലൂസായി കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇല്ല കപ്പൽ ഓടുന്നതിൻ്റെ കൂട്ട് കിടന്ന് മസാല വേറെ മുട്ട വേറെ ആയിട്ട് കിടന്ന് ഓടും. ഇതാവുമ്പോൾ ഇതിനകത്ത് അങ്ങ് നല്ലതായിട്ടത് പറ്റി പിടിച്ചിരിക്കും. ആ മുട്ടയെ തന്നെ മസാല പറ്റി പിടിച്ചിരിക്കും. അങ്ങനെ നമ്മൾ ഓയിൽ ചൂടായതിന് ശേഷം നല്ലതായിട്ട് ഓയിൽ ചൂടായതിന് ശേഷം ഈ മുട്ടയുടെ മസാല ഭാഗം മസാലയുള്ള ഭാഗമാണ് ആദ്യം കമത്തി എണ്ണയ്ക്കകത്തോട്ട് ഇടുന്നത്. അപ്പോൾ ആ മസാലയെല്ലാം അതിനകത്ത് എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതായിട്ട് ഫ്രൈ ആവും. അപ്പോൾ ചെറു തീയിൽ സിമ്മിലിട്ടിട്ടേ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. അല്ലെങ്കിൽ മസാലപ്പൊടി എല്ലാം അങ്ങ് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ സിമ്മിലിട്ടിട്ടാണ് ഓയിലിനകത്തിൽ ഇത് ഫ്രൈ ചെയ്തെടുത്തത്. ഓയിലൊന്നും അതിനു വേണ്ടി ഞാൻ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വശം പിന്നെ ഇത് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വശം ഇതുപോലെ തിരിച്ചിടുക. ഇപ്പം മുട്ട റെഡിയായി, എളുപ്പമാണ്. അപ്പോൾ മുട്ടയും റെഡിയായി, പാവയ്ക്ക മെഴുക്ക് പുരട്ടി നമ്മുടെ ശരിയായി, ഫിഷ് ഫ്രൈയും ശരിയായി വാട്ടി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമുക്ക് പൊതിച്ചോറുണ്ടാക്കാം. അപ്പോൾ ഇലയിലോട്ട് ചോറ് വിളമ്പി ചോറിനകത്തോട്ട് പിന്നെ നമ്മളിനി ഉണ്ടാക്കി വെച്ച കൂട്ടാനുകളെല്ലാം ഇടുവാണ്. അതിന് കപ്പ ഞാൻ വേവിച്ച് വെച്ചിരുന്നു. കപ്പ ഇട്ടു. പിന്നെ ഫിഷ് കറി, രാവിലെ ഞാൻ ഫിഷ് കറി ഉണ്ടാക്കി വെച്ചിരുന്നു. അത് ഫിഷ് കറി വിളമ്പി. ഫിഷ് ഫ്രൈ ഇപ്പം ഞാൻ ഉണ്ടാക്കി വെച്ച ഫിഷ് ഫ്രൈയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു സൈഡിലായിട്ടാണ് ചോറിൻ്റെ, കാരണം പൊതിയാൻ തക്ക രീതിയിൽ വേണം നമ്മളിതെല്ലാം വിളമ്പാൻ. അപ്പോൾ ഫിഷ് ഫ്രൈയും ഇട്ട് പിന്നെ മുട്ട പുഴുങ്ങി എടുത്തതിൻ്റെ ഫ്രൈ ചെയ്തെടുത്ത് അതും ചോറിനകത്ത് ഇട്ട്. പിന്നെ ഞാൻ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയതിൻ്റെ ഒരു സൈഡിലോട്ടിട്ട്. പിന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. ചമ്മന്തി നല്ല മാങ്ങായും ഇഞ്ചിയും തേങ്ങായും കരിയാപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ടുള്ള നല്ല ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുകയാണ്. ഗാർലിക് പിക്കിൾ ഇരിപ്പുണ്ടായിരുന്നു. അതും പൊതിച്ചോറിനകത്തോട്ട്, പിക്കിളില്ലാതെ പൊതിച്ചോറ് എന്ത് പൊതിച്ചോറ്, അതുകൊണ്ട് ഗാർലിക് പിക്കിളും ഇതിനകത്ത് വെച്ച പിക്കിളും ചമ്മന്തിയും പ്രത്യേകം ഈ പൊതിച്ചോറിനകത്ത് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഷാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളിനി പൊതിയണം. നല്ലതായിട്ട് പൊതിഞ്ഞ് ഇതെല്ലാം കൂടെ മിക്സ് ആവാതെ പെതുക്കെ പൊതിയണം. ഒന്ന് പേപ്പറോട് കൂടി പൊതിയുവാണെങ്കിൽ പേപ്പറിൽ പറ്റാൻ നോക്കണം. അതല്ലെങ്കിൽ പേപ്പറിൽ പറ്റുമെന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അത് മാറ്റിയിട്ട് ഇല മാത്രം ആദ്യം പൊതിഞ്ഞതിന് ശേഷം പിന്നെ പേപ്പറിട്ട് നല്ലതായിട്ട് പൊതിഞ്ഞ് 1 മണിക്കൂർ ഞാനിവിടെ മാറ്റി വെച്ച്. 1 മണിക്കൂർ അറ്റ്ലീസ്റ്റെങ്കിലും മാറ്റി വെച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് അതിന് ഒരു നല്ല മണവും ഫ്ലേവറും ഒക്കെ ഇലയുടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാം. പൊതിച്ചോറ് പൊതിഞ്ഞ് വെച്ചിട്ട് 1 മണിക്കൂറായി. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാം. എല്ലാം പൊതിച്ചോറ് ഇപ്പോൾ ഇത് വെച്ചേക്കുന്നതൊക്കെ നല്ലതായിട്ട് കഴിപ്പാക്കാം. 1 മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് നല്ല സ്മെല്ല്. ഇതാണ് പിക്കിൾ, വെളുത്തുള്ളി അച്ചാർ, ചമ്മന്തി, കപ്പ, ഫിഷ് കറി, പാവയ്ക്ക. നമുക്ക് ചമ്മന്തി ഇട്ട് വരട്ടി നമുക്ക് കഴിക്കാം. ചമ്മന്തി, വെളുത്തുള്ളി അച്ചാർ,
മുട്ട പുഴുങ്ങി മസാലയിട്ട് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുത്തത്. ഫിഷ് ഫ്രൈ, പാവയ്ക്ക ഫ്രൈ, ഫിഷ് കറി, കപ്പ. അത് കഴിച്ചു തുടങ്ങാം. ലഞ്ച് കഴിച്ചു തുടങ്ങാം. ഇന്നത്തെ ലഞ്ച് പൊതിച്ചോറാണ്. മോര് കറിയും കൂടെ ഒന്ന് കഴിക്കാം. കപ്പയും ഫിഷ് ഫ്രൈയും കൂടെ നല്ല കോമ്പിനേഷനാണ്. എൻ്റെ കൂടെ ഞാൻ ഫിഷ് ഫ്രൈയുമായിട്ട് കഴിച്ചു നോക്കട്ടെ. ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും. വെളുത്തുള്ളി അച്ച, മോര് കറി, ചമ്മന്തിയും കൂടെ എനിക്ക് ഇഷ്ടമാണ്. അത് വേറൊരു കോമ്പിനേഷൻ. കപ്പയും മീൻ കറി അത് വേറൊരു കോമ്പിനേഷൻ. പാവയ്ക്ക മെഴുക്കുവരട്ടിക്ക് അതിൽ മുളക് കെട്ടിട്ടെടുത്തേ. ഫിഷ് ഫ്രൈ കപ്പയ്ക്കകത്തോട്ട് വെച്ചിട്ട് ഫിഷ് ഫ്രൈ അങ്ങോട്ട് വെക്കണം. എന്നിട്ട് പിന്നെ ഫിഷ് കറിയും കൂടി ഇതിനകത്തോട്ട് വെക്കണം. എന്നിട്ട് ഞാൻ അങ്ങോട്ട് മൂന്നും കൂടെ ഫിഷ് കറി, കപ്പ ഇത് മൂന്നും കൂടി ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഇട്ടാം. അപ്പം എല്ലാവരും ഇതുപോലെ പൊതിച്ചോറ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കുക. വാഴയിലക്കകത്ത് എല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല ഇതാണ്, നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് വാഴയില. അപ്പോൾ വാഴയിലക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാഴയില വാട്ടിയിട്ട് അതിനകത്ത് ചോറും ഇതുപോലെ ഫിഷ് ഫ്രൈ, നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ്, വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ, അങ്ങനെ ഇതുപോലെ ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇലയുടെ ആ ഫ്ലേവർ നല്ല മണം കിട്ടും. ഇലയുടെ ആ ഫ്ലേവറും ഒക്കെ കിട്ടും. 1 മണിക്കൂറെങ്കിലും വേണം അറ്റ്ലീസ്റ്റ്. അപ്പോൾ എന്നിട്ട് നമ്മൾ കഴിക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി പൊട്ടിക്കുക. എന്നാലേ ഞാൻ ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.